തൃപ്പാദങ്ങളുടെ തർജിമ വിഭാഗത്തിൽപ്പെട്ട കൃതികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് തിരുക്കുറലിൻ്റെ പരിഭാഷയായി, തമിഴ് കൃതിയായ തിരുവള്ളുവരുടെ കൃതിയായ തിരുക്കുറലിൻ്റെ പരിഭാഷയായി നമുക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ, ഭാര്യാധർമ്മം, വർഷവർണ്ണനം തുടങ്ങിയ ഭാഗങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒഴിവിലൊടുക്കം എന്ന കൃതിയുടെ കണ്ണുടയ വെള്ളാളരുടെ ഒഴിവിലൊടുക്കം എന്ന കൃതിയെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് തന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈശാവാസ്യ ഉപനിഷത്ത് എന്ന സംസ്കൃത സ്തോത്രം അഥവാ സംസ്കൃത വേദ ഉപനിഷത്ത് നമുക്ക് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് തന്നതായിട്ട് നമുക്കറിയാം. എന്നാൽ തൃപ്പാദങ്ങളെ തമിഴിലേക്ക് വിവർത്തനം ചെയ്ത ഒരു ശ്ലോകം, അത് ശ്രീനാരായണ ഗുരു സമ്പൂർണ്ണ കൃതികളുടെ പുസ്തകത്തിൽ ഒരു തമിഴ് ശ്ലോകം എന്ന തലക്കെട്ടോട് കൂടിയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശ്രീനാരായണ ഗുരു വിവർത്തനം ചെയ്ത് തന്ന ഏക സ്തോത്രം അത് തമിഴിലാണ്. സംസ്കൃതത്തിൽ നിന്ന് തൃപ്പാദകളെ തമിഴിലേക്കാണത് വിവർത്തനം ചെയ്ത് തന്നിട്ടുള്ളത്. കാളിദാസന്റെ ഗംഗാഷ്ടകം, ഗംഗയെയാണ് അവിടെ പ്രകീർത്തിക്കുന്നത്. കാളിദാസന്റെ ഗംഗാഷ്ടകം എന്ന കൃതിയിലെ ആദ്യത്തെ ശ്ലോകം, കത്യക്ഷീണി എന്ന് തുടങ്ങുന്ന ആദ്യത്തെ ശ്ലോകം തൃപ്പാദകൾ നമുക്ക് തമിഴിലേക്ക് വിവർത്തനം ചെയ്ത് തന്നിട്ടുണ്ട്. കൺകളെത്തനേ കരോടിയെത്തനേ കരിപ്പുലിത്തൊലികളെത്തനേ തിങ്കളിൻ കലിവിടങ്ങൾ ചീറുമരവങ്ങളെത്തനേ ചെറിയന്തെഴും കങ്കൈ നീയുമിതുപോൽ കണക്കിലേ നിന്നേരിൽ മൂழ்കുവോരോവെன்றയും ചങ്കരിത്തുയരുമാങ്കു ചമ്പുവിൻ ചരൂപരാകീതു സത്യമേ. കൺകളെത്തനെ, കണ്ണുകളെത്ര, കരോടിയെത്തനെ, തലയോട്ടികളെത്ര, കരിപ്പുലിത്തൊലികളെത്തനെ, ആനയുടെയും പുലിയുടെയും തോലുകളെത്ര, തിങ്കളിൻ കലൈ, ചന്ദ്രക്കലകളെത്ര, വിടങ്ങൾ ചീറും അരവങ്ങളെത്തനെ, വിഷങ്ങൾ ചീറ്റുന്ന അരവം പാമ്പുകൾ എത്തനെ, ചെറിന്തെഴും കങ്കൈ, ഗംഗയെ തമിഴിൽ വിളിക്കുന്നത് കങ്കൈ എന്നാണ്. ചെറിന്തെഴും കങ്കൈ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊങ്ങി മറിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന അല്ലയോ ഗംഗൈ, നീയുമെത്തനെ കണക്കിലൈ, നീ എത്രയാണ് എന്നുള്ളതിന് കണക്കില്ല. നിന്റെ നീരിൽ മൂழ்കുവോരുവെன்றയും, നിന്റെ അമൃതധാരയിൽ അല്ലെങ്കിൽ നിന്റെ നീരിൽ മുങ്ങുവാൻ ഭാഗ്യം ലഭിച്ചവരൊക്കെ മംഗളസ്വരൂപികളായി തീരും. ചമ്പുവിൻ പരൂപരാഗീട്, ഭഗവാൻ ശിവന്റെ പാതാരപിണ്ഡങ്ങളിലേക്ക് വിലയം പ്രാപിക്കും. ഇത് സത്യമേ, ഇത് സത്യം തന്നെയാണ്. ഒരു സംസ്കൃത ശ്ലോകത്തെ തൃപ്പാദങ്ങൾ തമിഴിലേക്ക് വിവർത്തനം ചെയ്ത് തന്നതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ വിവർത്തനം ചെയ്യപ്പെട്ട ഏക സ്തോത്രമായിട്ടാണ് ഈ തമിഴ് ശ്ലോകം എന്ന കൃതി അറിയപ്പെടുന്നത്. അപ്പം ഇത് ഗംഗയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ളതാണെങ്കിൽ പോലും ഇവിടെ കടന്നു വരുന്നത് ശിവവർണ്ണനയായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ കൃതി ശിവസ്തോത്രങ്ങൾക്കുള്ളിലാണ്, ശ്രീനാരായണ ഗുരുവിൻ്റെ സമ്പൂർണ്ണ കൃതികൾക്കുള്ളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പം ഇതാണ് തൃപ്പാദങ്ങളുടെ തമിഴ് സ്തോത്രങ്ങൾ. സ്തോത്രകൃതികൾ മാത്രമേ തമിഴിൽ തൃപ്പാദങ്ങൾ നമുക്ക് രചിച്ച് തന്നിട്ടുള്ളൂ. അപ്പം ഇവിടെയൊക്കെ ഈ തമിഴ് സിദ്ധന്മാരോടും തമിഴ്നാട്ടിനോടും ഒക്കെയുള്ള ഒരു ഇഷ്ടം, നമുക്ക് ഗുരുവിന് അങ്ങനെ ഒരു ഇഷ്ടമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തന്നോട് ഒരു ഉപമ വരത്തക്ക രീതിയിലുള്ള സിദ്ധന്മാരായതുകൊണ്ടോ ശിവനെ പ്രകീർത്തിച്ചുകൊണ്ട് പാടുന്നവരായതുകൊണ്ടോ ഒക്കെ ആയിരിക്കാം തൃപ്പാദങ്ങൾ ഈ തമിഴ് സിദ്ധന്മാരോട് ഇങ്ങനെ ഒരു ഇഷ്ടം കാണിക്കാനായിട്ട് കാരണമെന്ന് തോന്നുന്നു. അപ്പം ഇവരുടെ സ്തോത്രങ്ങളൊക്കെ ഗുരുവിനെ വല്ലാതെ കണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം തമിഴിൽ കുറച്ചധികം സിദ്ധന്മാർ, പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആളുകൾ പോലും ജ്ഞാനോദയം നേടിയിട്ട് സിദ്ധന്മാരായി മാറിയവരുണ്ട്. അപ്പം അവരിൽ ഒരു പ്രധാനപ്പെട്ട സിദ്ധനുണ്ട്. അദ്ദേഹം അറിയപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല, അദ്ദേഹം അറിയപ്പെടുന്നത് പാമ്പാട്ടി ചിത്തർ എന്നാണ്. അപ്പം അദ്ദേഹം
യഥാർത്ഥത്തിൽ ഒരു പാമ്പാട്ടിയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ജ്ഞാനോദയം നേടി അദ്ദേഹം സിദ്ധനായി മാറിയതാണ്. പിന്നീട് ഈ പാമ്പിനെ വിളിക്കുന്ന രീതിയിൽ അദ്ദേഹവും ശിവഭക്തനാണ്. അപ്പം അദ്ദേഹം ഇതുപോലെ ശിവന്റെ പാടലുകൾ പാമ്പിനെ വിളിക്കുന്ന രീതിയിൽ ആടുപാമ്പേ 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 എന്ന് വിളിച്ചുകൊണ്ട് പാമ്പിനെ വിളിക്കുന്ന രീതിയിൽ ശിവന്റെ സത്യം എന്താണെന്ന്, പരമ്പൊരുളിൻ്റെ സത്യം എന്താണെന്ന് നമുക്ക് വെളിവാക്കി തന്നിട്ടുണ്ട്. അപ്പം ആ ഒരു രീതി തൃപ്പാദങ്ങളുടെ കുണ്ടലിനി പാട്ടിനുള്ളിൽ കാണാൻ സാധിക്കും. ചില സിദ്ധർ പാടലുകളിൽ ഇതുപോലെ ആടുമയിലെ ആടുമയിലെ എന്ന് വിളിക്കുന്നത്, മയിലിനെ വിളിച്ചുകൊണ്ട് ശിവസ്തോത്രങ്ങൾ ഉരുവിടുന്നത്, ശിവന്റെ മാഹാത്മ്യം നമുക്ക് പറഞ്ഞു തരുന്നത് കാണാൻ സാധിക്കും. അപ്പം ആ ഒരു രീതിയാണ് കുണ്ടലിനി പാട്ട് എന്ന തലക്കെട്ടോട് കൂടിയിട്ട് ശ്രീനാരായണ ഗുരു കൃതികളിൽ, ശൈവസ്തോത്രങ്ങളിൽ, ശിവസ്തോത്രങ്ങൾക്കുള്ളിൽ കാണപ്പെടുന്ന ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുളാനന്ദ കൂത്തു കണ്ടാടുപാമ്പേ തിങ്കളും കൊന്നയും ചൂടുമീശൻ പദപങ്കജം ചേർന്നു നിന്നാടുപാമ്പേ. ഈ കൃതിയെ രണ്ട് രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അതിലൊന്ന് എന്ന് പറയുന്നത്, ഇതിൽ പറയപ്പെടുന്ന പാമ്പ് എന്നത് മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയുടെ പ്രതീകമാണെന്നും ആ കുണ്ടലിനി ശക്തിയെ ഉണർത്തുവാനായിട്ടുള്ള മാർഗമാണ് തൃപാദങ്ങൾ ഇതിലൂടെ ഉപദേശിച്ചു തരുന്നതെന്നും, മൂലാധാരത്തിൽ 8 ചുറ്റൊടു മോക്ഷമാർഗമടച്ചുമേ വിന കുണ്ടലി കെട്ടറുത്തു കിളർന്നു മണ്ഡലവും പിളർന്നു ഭവത്പദം തുഷ്ടിയോടു പിടിപ്പതിന്നരുളുന്നതെന്നു ഭവാബ്ധിയിൽ പെട്ടുപോകരുതിന്നിയും ഭഗവാൻ ഷൺമുഖ പാഹിമാം. ഇങ്ങനെ ഷൺമുഖ സ്തോത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഗുരുവിൻ്റെ ഷൺമുഖ സ്തോത്രങ്ങളിൽ അധികവും, അതായത് സുബ്രഹ്മണ്യ സ്തോത്രങ്ങളിൽ അധികവും തൃപ്പാദങ്ങൾ അതിലൂടെ പ്രാർത്ഥിച്ചിരിക്കുന്നത് സാക്ഷാൽ പരമ്പൊരുളിലേക്ക് തന്നെ എത്തിച്ചു തരിക, അതായത് ഈ സംസാര ബന്ധത്തിൽ നിന്നൊക്കെ അകറ്റിയിട്ട് സാക്ഷാൽ പരമ്പൊരുളിലേക്ക് തന്നെ എത്തിച്ചു തരിക എന്നൊരു അപേക്ഷയാണ് നടത്തിയിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ് ഈ പരമ്പൊരുളിലേക്ക് എത്തിച്ചേരുന്നതെന്ന് തൃപ്പാദങ്ങൾ അവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 8 ചുറ്റോടു മോക്ഷമാർഗമടച്ചു മേവിന കുണ്ടലിക്കെട്ടറുത്തു കിളർന്നു മണ്ഡലവും പിളർന്നു ഭവത്പദം തുഷ്ടിയോട് പിടിപ്പതിന് അരുളുന്നതെന്ന് ഭവാബ്ധിയിൽ പെട്ടുപോകരുതിന്നെയും ഭഗവാനെ ഷൺമുഖ പാഹിമാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൂലാധാരത്തിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ കുണ്ടലിനി ശക്തിയെ ഉണർത്തിയിട്ട് അതിൻ്റെ ഓരോ ചുറ്റുകളും അഴിച്ച് മനുഷ്യ ശരീരത്തിലെ ആധാരചക്രങ്ങളായ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ ചക്രങ്ങളിലൂടെ, ആധാരചക്രങ്ങളിലൂടെ അതിനെ കടത്തി വിട്ട് മൂർധാവിൽ സ്ഥിതി ചെയ്യുന്ന സഹസ്രാര പത്മത്തിലേക്ക് എത്തിച്ച് ആ സഹസ്രാര പത്മവും പിളർന്ന് കഴിയുമ്പോഴാണ് ഒരുവന് ഭഗവത് സാക്ഷാത്കാരം, ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഈശ്വര സാക്ഷാത്കാരം നേടുവാനായിട്ട് കുണ്ടലിനി ശക്തിയെ ഉണർത്തുന്ന മാർഗമാണ് ഈ കൃതിയിൽ ഉള്ളത് എന്നൊരഭിപ്രായം ഉള്ളത് കൊണ്ടാണ് പിന്നീട് എപ്പോഴോ ഈ കൃതിക്ക് കുണ്ടലിനി പാട്ട് എന്ന പേരുണ്ടായിട്ടുള്ളത്. പ്രശസ്തരായ വ്യാഖ്യാതാക്കളൊക്കെയും ഈ കൃതിയെ അങ്ങനെ തന്നെയാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ മറ്റൊരു വശം, ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ നാണയത്തിൻ്റെ മറ്റൊരു വശം പരിശോധിച്ച് നോക്കിയാൽ ഇതൊരു സാധാരണ പ്രാർത്ഥനയാണ്. ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുൾ ആനന്ദ കൂത്തുകണ്ട ആടുപാമ്പേ തിങ്കളും കൊന്നയും ചൂടുമീശൻ പദപങ്കജം ചേർന്നു നിന്നാടുപാമ്പേ. അപ്പോൾ ശിവന്റെ മാഹാത്മ്യത്തെ ഇവിടെ സാധാരണക്കാർക്ക് രസിക്കുന്ന രീതിയിൽ, ഒരു പാമ്പിനെ വിളിക്കുന്ന രീതിയിൽ തൃപ്പാദങ്ങൾ ഈ പറഞ്ഞ തമിഴ് സിദ്ധന്മാരുടെ പാടലുകളുടെ രൂപത്തിൽ നമുക്ക് അവതരിപ്പിച്ചു തന്നത് ആകാൻ കൂടി ഇതിന് സാധ്യതയുണ്ട്. അപ്പം ഇവിടെ പറയുന്ന പാമ്പ് കുണ്ടലിനി ശക്തി തന്നെ ആകണം എന്നൊന്നുമില്ല, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവനാകാം. ഈ ജീവനാകുന്ന പാമ്പിനെ പ്രപഞ്ചമാകുന്ന മകുടി ഊതി അങ്ങോട്ടും ഇങ്ങോട്ടും ആട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അപ്പം ആടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മുന്നോട്ട് പോവുക എന്നല്ല, ആണോ? ആടുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണോ?
മുന്നോട്ട് പോവുക എന്നല്ല, മറിച്ച് മാറി മറിയുക. അങ്ങനെയല്ലേ? പാമ്പ് മകിടി ഊതുമ്പോൾ എന്താ ചെയ്യാറുള്ളത്? അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, അങ്ങനെയല്ലേ? അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കിയാൽ അറിയാം, ചിലപ്പോൾ നമ്മുടെ ജീവിതം സുഖത്തിലായിരിക്കും, ചിലപ്പോൾ ദുഃഖത്തിലായിരിക്കും, അല്ലേ? അപ്പം ഈ പാമ്പിൻ്റെ ആടലിനെ ഈ സുഖദുഃഖ അനുഭവങ്ങളോട് ഉപമിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ശരി എന്ന് തോന്നുന്നു. അങ്ങനെ പ്രപഞ്ചമാകുന്ന മകിടി ഊതി ഭഗവാനാകുന്ന, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് ആധാരശക്തിയായിട്ടിരിക്കുന്ന ഭഗവാൻ ശിവൻ സുഖദുഃഖ അനുഭവങ്ങളിലൂടെ, ഭൂതഭാവി വർത്തമാനങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുന്ന ഒരു ഒഴുക്കിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു കൃതിയായിട്ടും ഈ കൃതിയെ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പം അങ്ങനെ പ്രതീകാത്മകതയിൽ കൂടി അവതരിപ്പിക്കുന്ന സ്തോത്രങ്ങളെയൊക്കെ നമ്മൾ മിസ്റ്റിക് സ്തോത്രങ്ങൾ എന്നാണ് വിളിക്കുക. അപ്പോൾ ഭഗവാന്റെ ഈ ശിവസ്തോത്രം മിസ്റ്റിക് സ്തോത്രം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു. മലയാള കവിതയിലെ തന്നെ ശുദ്ധ മിസ്റ്റിസം എന്നാണ് കുണ്ടലിനിപ്പാട്ട് എന്ന കൃതിയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഇതിന് കരുവ കൃഷ്ണനാശാന്റെ ഡയറിക്കുള്ളിലെ ഈ കൃതി ആദ്യമായിട്ട് കണ്ടെത്തിയപ്പോൾ അതിൽ എഴുതിയിരുന്നത് പാമ്പാട്ടി ചിന്ത് എന്നുകൂടിയാണ്. പിന്നീട് എപ്പോഴോ ആണിതിന് കുണ്ടലിനിപ്പാട്ട് എന്ന പേര് വന്നത്. അപ്പം ഈ പറഞ്ഞ കൃതികളിലൊക്കെയും എങ്ങനെ ഭഗവാനെ പ്രാപിക്കാം, ശിവനെ പ്രാപിക്കാം എന്നാണ് ഗുരു നമുക്ക് വിവരിച്ചു തരുന്നത്.